എന്നാ ഏട്ടൻ്റെ ടീ. നീ ടീ എടുത്തോ? ഞാൻ വിചാരിച്ച നീ മറന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ മറക്കോ? ഓഹോ, അല്ല അവരെപ്പോൾ എത്തും? ആ, അവരിപ്പോൾ തന്നെ എത്തും. തേനുണ്ടാവില്ലേ? ആ, ഞാനുണ്ടാവും. എനിക്ക് ജിമ്മിൽ കഷ്ടപ്പെടേണ്ടി വരും. ഞാൻ അതുകൊണ്ട് കോളേജിൽ പോകണില്ല. ആണോ? ഞാനും പോകുന്നില്ല. അതല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കിട്ടാൻ കാത്തിരിക്കുകയാണല്ലോ പോകാണ്ടിരിക്കാൻ. ഏട്ടാ ആ, എവിടെയാ കാന്താരി? എടി നീനു. ഇവിടെ ഉണ്ടട കൊട്ടാ, വെറുതെ വെച്ചില്ല കണ്ട. നീനുസേ ആരെങ്കിലും കെട്ടിപ്പിടിക്കാൻ വന്ന് അങ്ങനെ നിന്നു കൊടുത്തോളൂ സാധനം. മാമ എടി കാന്താരി, അവിടെ നിന്നപ്പോ ഒന്നുകൂടി സുന്ദരിയല്ല നീ. ഇതേ എന്റെ മോൾ അല്ലെങ്കിൽ സുന്ദരിയ. എന്റെ പൊന്നെ, രണ്ടും കൂടി ഒന്ന് നിർത്തൂ. ഇപ്പൊ ഇവിടെ വന്ന് കേറിയല്ലേ ഉള്ളൂ, അതിനും പൊടിയാണല്ലോ എടുത്തോ. ഞാനാണോ? ഇവളല്ലേ എന്റെ മോളെ പറഞ്ഞത്? എന്റെ പൊന്നേട്ടാ, മദ്യം ഒന്ന് നിർത്തൂ. ഇനും വെള്ളം എടുത്തിട്ടോ അമ്മേ. നീ അവളോട് പറഞ്ഞു എല്ലാം? ഇല്ലേട്ടാ, ഇപ്പൊ തന്നെ പറയണോ? ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കേറിയല്ലേ ഉള്ളൂ. ഇപ്പൊ തന്നെ പറയണം. നമുക്ക് അവളുടെ അഭിപ്രായം കൂടി അറിയണ്ടേ? അവക്ക് ഇഷ്ടക്കുറവൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അതെനിക്കറിയാം. എന്നാലും കൂടി ചോദിച്ചു നോക്കാം നമുക്ക്. മോളാണല്ലേ യൂനി, നീന് പറയാറുണ്ട്. മോൾ ഇവിടെ വന്നിരിക്കേ. ആ ആൻറ്റി, ഇരിക്കാം. അല്ല ജിമിനെ, ഇതാരാ? ആ മാമി, ഇതെൻ്റെ ഫ്രണ്ടാ. ഞാൻ പറഞ്ഞിട്ടില്ലേ വി. ആ, നീ എന്ന് പറഞ്ഞത് കോളേജിൽ നിന്റെ കൂടെ ഉണ്ടായത്. ആ, എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് എന്തിനാ ഇങ്ങനെ നിൽക്കുന്നേ? മോനിരിക്കേ, ഇരിക്കടേ പോലെ. എന്നാ മാമി വെള്ളം. നീനുസേ, വന്ന് മാമീൻ്റെ അടുത്തിരി. എന്താ മാമി ഇവിടെ ഇരുന്നേ? ഇത്ര നാളും നിനക്ക് ഞങ്ങൾ മാമനും മാമിയായിരുന്നില്ലേ? ഇനി ആ സ്ഥാനം മാറ്റിയാലോ എന്നാലോചിക്ക. സ്ഥാനം മാറ്റാനോ? ഒന്ന് ക്ലിയർ ആയിട്ട് പറ എൻ്റെ മാമ. എനിക്ക് എൻ്റെ മോളുടെ അമ്മായും ആവാനൊരു കൊതി. എന്താ, സമ്മതമാണോ നിനക്ക്? നീ ഇങ്ങനെ തുറച്ചൊന്നും നോക്കണ്ട. റോഷനെ കൊണ്ട് നിന്നെ കെട്ടിക്കുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞത്. നോ, എനിക്കതിന് പറ്റില്ല. ഞാൻ റോഷനെ ഇതിലങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ല. ഇനിയിപ്പോ അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങിക്കോ. യൂനി കയ്യുന്നിട്, മിണ്ടാതിരി. ഏട്ടനത് കാര്യമാക്കണ്ട. അവൾക്ക് പെട്ടെന്ന് ഏട്ടൻ്റെ ഷോക്ക. അത് സാരില്ല, ഞങ്ങൾക്കറിയില്ലേ അവളെ. മക്കളെന്ന് എല്ലാവരും അകത്തേക്കില്ലേ? എടി, നീ ഇത് പണിയാ കാണിച്ചേ. പിന്നെ സമ്മതാണെന്ന് പറയണോ? നിനക്ക് സമ്മതാണെങ്കിൽ അല്ലെങ്കിൽ അത് മുഖത്തടിച്ചു വിട്ടാണോ പറയുന്നത്? നിനക്ക് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരെ? അല്ലെങ്കിൽ ഞാൻ അമ്മേൻ്റെ അടുത്ത് പറയാൻ പോവാ. ആ ഓക്കെ, നീ പറഞ്ഞു. എന്തായാലും കുറച്ച് കഴിയട്ടെ. നീ ഒന്ന് അടങ്ങിപ്പോ. നിനക്കല്ലെങ്കിൽ എന്തിനാ ഇത്ര ദേഷ്യം? നിന്റെ കട്ടായം കണ്ടതൊന്നും നീ ആരായിട്ട് പ്രേമത്തിലാണെന്ന് അങ്ങനൊന്നുമില്ലല്ലോ. വൺ സൈഡ് ലവ് അല്ലേ? വൺ സൈഡ് ലവ് എന്ന് തെറിപ്പിച്ചു പോലും പറയാൻ പറ്റത്തില്ല. നിനക്ക് എന്നെ അത് മര്യാദക്ക് ലവ് ആണോ ക്രഷ് ആണോ എന്താണെന്നും കൂടി അറിയാൻ പാടത്തില്ല ഇല്ലേ? നീ ഒന്ന് പോയേ. ഓഹ്, ഫ്രഷ് ആയപ്പോ എന്തൊരു സുഖം. ഇരുന്നിരുന്ന് മതിയേ. എടാ ജിമ്മി, ഞാൻ കിടക്കട്ടെ. തീരെ വയ്യ, തലവേദനിക്കുന്നു. ആ ശരിയടാ. ഹായിട്ടെ, ഞാൻ ഉറങ്ങി എഴുന്നേറ്റിട്ട് നമുക്കൊന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. ഓക്കെ? ആ ഓക്കെ. ആ എടാ റോഷ, ഞങ്ങൾ പുറത്തുണ്ടാവും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ആ ശരി. വി വാ, നമുക്കൊന്ന് നടന്നിട്ട് വരാം. ആ ഇതാ വരുന്നു. എനിക്ക് നീനുവിന് ഇഷ്ടമെന്നുള്ള കാര്യം ഇനിയെങ്കിലും ഞാൻ ജിമിൻ്റെ അടുത്ത് പറയണം. ഇല്ലെങ്കിൽ അവൾ എന്നേക്കുമായിട്ട് എനിക്ക് നഷ്ടപ്പെടും. എടാ ജിമിൻ, വി, നിനക്കൊരു കാര്യം അറിയോ? ഞങ്ങളുടെ അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം. അച്ഛന് റോഷൻ എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു, ഞങ്ങളെപ്പോലെ തന്നെ. ഞങ്ങളുടെ അച്ഛൻ്റെ സ്വപ്നം സത്യം പോവാണ്. ഐ എം സോ ഹാപ്പി. ഇത്രയും നാളെൻ്റെ വിരലിൻ്റെ തുമ്മി തൂങ്ങിയാണെന്ന് വേണ്ട, ഇനി അവൾക്ക് ജീവിതകാലം മുഴുവൻ തൂങ്ങാനൊരു വിരലായി പൊട്ടിക്കുന്നു. എടാ ജിമ്മി, പിന്നെ ഞാൻ നാളെ വീട്ടിലേക്ക് തിരിച്ചു പോകും. അതെന്തിനാടാ? എന്താ പെട്ടെന്ന്? എന്തു പറ്റി എനിക്ക്? ഏയ് ഒന്നുമില്ലടാ, എനിക്കിവിടുന്ന് കോളേജിൽ പോകാൻ പറ്റുന്നില്ലടാ. ഞാനൊട്ടും കംഫർട്ടബിൾ അല്ല. പിന്നെ ഇനി ഇവിടെ മുഴുവൻ കല്യാണത്തിരക്കായിരിക്കില്ലേ, അതിനിടയിൽ ഞാനും കൂടി. അത് വേണ്ട. എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അവളുടെ കല്യാണം ആങ്ങളുടെ സ്ഥാനത്ത് നിന്ന് എൻ്റെ കൂടെ സഹായിക്കേണ്ട നീയല്ലേ? നീ ഇങ്ങനെ പാതി വെച്ച് പോയാലോ? ഞാനെങ്ങാടും പോണില്ലല്ലോ, ഞാൻ അപ്പുറത്ത് തന്നെയല്ലേ. ഇനി കല്യാണം അത് നമ്മളെല്ലാവരും കൂടി തകർത്ത് നടത്തും പോരെ? എനിക്ക് മാത്രമല്ല,
അവന്മാർക്കും കംഫർട്ടബിൾ അത് തന്നെയായിരിക്കും. ഇവിടെ ആകുമ്പോൾ അത് ശരിയാവില്ലടാ. പെൺകുട്ടികളൊക്കെ ഉള്ള വീടല്ലേ, നമ്മൾ അതുകൂടി നോക്കണ്ടേ. എടാ, ഒരു 2 മണിയാകുമ്പോൾ റെഡി ആയിക്കണേ, എയർപോർട്ടിൽ പോകണ്ടേ. ആടാ, ഓക്കെ, ഞാൻ റെഡിയാക്കാം. അമ്മ പ്ലീസ്. നീനു, ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ കാര്യം നിനക്കിഷ്ടമുള്ള എല്ലാത്തിനും ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നടക്കില്ല മോളെ. അമ്മ പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. എന്ത് മനസ്സിലാക്കാൻ? നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇത് നടന്നിരിക്കും. എനിക്ക് ഞാനിത് നടത്തിയിരിക്കും. അമ്മ. ആ മോനെ, വാ വന്നിരിക്കും. ആ വീ ഉണ്ടോ? ഇരി, വാ വാ. എന്താണ് രണ്ടിൻ്റെ മുഖത്തൊരു കള്ള ലക്ഷണം? എന്ത് കള്ളലക്ഷണം? ഒന്ന് പോടാ അവിടെ നിന്ന്. ആയിക്കോട്ടെ. പിന്നെ ഞങ്ങളൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഇവൻ നാളെ വീട്ടിലേക്ക് പോവും. അതെന്താ? എന്തിനാ പോണേ? ഇവിടെ വല്ല ബുദ്ധിമുട്ടുണ്ടായോ മോനെ? ഏയ്, അതൊന്നുമല്ല മേ. ഇവിടെ ഇപ്പോൾ 1 വീക്ക് കല്യാണമല്ലേ. അതിൻ്റെ തിരക്കിൽ എനിക്ക് കോളേജിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. കുറച്ച് പേപ്പർ വർക്കൊക്കെ ബാക്കിയുണ്ട്. എനിക്കത് അവിടെ ഇരുന്നാലേ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. ഓ ശരി മോനെ. ആ പിന്നെ പോകുന്നതൊക്കെ കൊള്ളാം. കല്യാണത്തിനൊക്കെ ഇവിടെ ഉണ്ടാവണം. ഞങ്ങൾക്ക് പിന്നെ ആരാ സഹായത്തിനുള്ളത്? അത് പിന്നെ പറയണോ, ഞാനിവിടെ തന്നെ ഉണ്ടാവും. നീനു, എടീ, ഇവളിതങ്ങോടാ. നിങ്ങൾ സംസാരിക്കേ, ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ശരി മോനെ. നീനു, താനെന്താ ഇവിടെ മാറിക്കുന്നേ? ഏയ് ഒന്നില്ല ഏട്ടാ. താൻ കരഞ്ഞോ? ഏയ് ഇല്ല, അത് കണ്ണിപ്പെടുകയതാ. കണ്ണിലോ? എവിടെ നോക്കട്ടെ, കാണിക്ക്. ഏട്ടാ. ഓ, ഐ എം സോറി ഡോ. വാ, ഇവിടെ വന്നിരിക്കും, കുറച്ച് നേരം വർത്താനം പറയാം. എൻ്റെ സ്റ്റുഡൻറ്റ് ഇത്ര പെട്ടെന്ന് കിട്ടിപ്പോവാണോ? എനിക്കൊരു എനിവേ, കൺഗ്രാറ്റ്സ് നീനു. നിങ്ങൾ തമ്മിൽ നല്ല മാച്ചാ. റോഷൻ നല്ല പയ്യനാ, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾ തമ്മിൽ ചേരും. ശരിയാ, റോഷൻ നല്ല പയ്യനാ. എനിക്ക് അവനെ നന്നായി അറിയാം. നിങ്ങളൊക്കെ നന്നായി. പക്ഷേ നിങ്ങൾക്ക് എന്നോടൊന്നും പറയാനില്ലേ? ഞാനെന്ത് പറയാനാ? പിന്നെ താൻ കുറച്ച് നേരം പോയി ഒന്ന് കിടക്ക്. തൻ്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. എൻ്റെ മുഖത്ത് ക്ഷീണുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്താ? മാറങ്ങട്ട്. നീനു, എന്തു പറ്റി? ദൈവമേ, ഇവക്കിതെന്തു പറ്റി? എന്തിനാ അവള് കരഞ്ഞത്? അമ്മേ, ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി അമ്മാരെ പിക്ക് ചെയ്തിട്ട് വരാം. എനിക്ക് ടൈമായി. ശരി മോനെ, സൂക്ഷിച്ചു പോണേ. വി, കുറേ നാൾ കഴിഞ്ഞ് കാണുന്നതുകൊണ്ടാണെന്ന് അറിയില്ല, എന്തോ ഒരു ടെൻഷൻ. ഒന്ന് പോടാ അവിടുന്ന്. ആ, ദേ വരുന്നുണ്ട്. ഹേയ് ഗായ്സ്. ജിൻ, എന്താടാ അവിടെ? എത്ര നാളാണ് നിനക്കൊന്ന് കണ്ടിട്ട്? ജയ്ക്ക് എന്തേ? ദേവനി, Oh man, he's so hot. ഓക്കെ, എല്ലാവരും വന്ന് വണ്ടി കയറി പൊളിക്കണ്ടേ നമുക്ക്? എടാ മറ്റൊക്കെ റെഡിയല്ലേ? ഫുൾ സെറ്റ്. നീക്കൊന്നും അങ്ങോട്ട് എത്തിയാൽ മതി. മുത്താടാ നീ. ഓബി നാളെ തന്നെ എത്തില്ലേ? ആടാ, നാളെ മോർണിംഗ് എത്തും. പോകാം. വി, നീ എങ്ങടെ വന്നേ? നീ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ? ആടാ ജിമ്മി, ഞാൻ വീണ്ടും കൂടെ വരാം. എൻ്റെ ലഗേജ് വണ്ടി തന്നെ ഇരിക്കട്ടെ. ആടാ, ഓക്കെ.
ജിമ്മി, വീക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഏത് നേരവും ഇവനുള്ളത് കൊണ്ട് അവളുടെ കൂടെ നടന്നോളൂ. അവനിപ്പോൾ ഹാപ്പിനെസ്സിൻ്റെ എക്സ്ട്രീമിൽ നിൽക്കുകയാണെന്ന് അവൻ പറയണേ. ആഹാ, എന്നിട്ട് പെങ്ങളാലോ കൊള്ളാലോ. വീട്ടിലുണ്ടോ അവള്? വി നിനക്കെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പ്രോബ്ലമോ? എന്ത് പ്രോബ്ലം? ഐ ആം ഓൾ റൈറ്റ്. പിന്നെ നിനക്കെന്താ കോപ്പേനൊന്ന് വിളിച്ചാൽ? സോറിടാ, ഇനിയിപ്പോൾ അത് പറഞ്ഞാൽ മതിയല്ലോ. വി നീ എന്താടാ ഇത്ര ഡള്ളായിട്ടിരിക്കുന്നേ? എന്താടാ വെള്ളയിലും ചെയ്ത് കൊളത്തിയാ? എന്നുവെച്ചാൽ വെല്ലവളുമാരും ഈ മനസ്സിൽ സ്ഥലം പിടിച്ചോളൂ. ഒന്ന് പോടാ. ഹേ ആർ യു ഷൈ? ഐ എം നോട്ട്. വിശ്വസിച്ചു. നീ എന്തൊരു മനുഷ്യനാടാ. ഞാൻ മിണ്ടാതിരുന്നാലും എൻ്റെ മുഖത്ത് നോക്കി കണ്ടുപിടിക്കും. നമ്മളെല്ലാവരും എന്തായാലും ഒരു കാലത്ത് സെറ്റിലാവണം. അപ്പം നിനക്കങ്ങാടെ ആദ്യം ആയിക്കൂടെ? ആഗ്രഹമില്ല എന്നിട്ടല്ലടാ. നിങ്ങളും അച്ഛനും അമ്മയും എല്ലാവരും പോയതിന് ശേഷം ഞാനത് ശരിക്കും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളെ കാണണ്ടേ? നിനക്കിതുവരെ അങ്ങനെയൊന്നും ഒരു പെണ്ണിനോടും തോന്നിയില്ലേ? ഫസ്റ്റ് ടൈം ആദ്യ കാഴ്ചയിൽ തന്നെ മനസ്സിൽ കയറിയൊരു മുഖം. ബട്ട് അതും പോകുകയാണ്. എങ്ങോട്ടല്ല, അവളുടെ മാരേജാണ് ഈ സൺഡേ. എന്തോന്ന്? അതെങ്ങനെയാടാ മനസ്സറിഞ്ഞ് സ്നേഹിച്ചൊരു പെണ്ണിനെ വേറൊരുത്തിന് വിട്ടു കൊടുക്കാൻ തോന്നണത്? അങ്ങോട്ട് തോന്നുമ്പോൾ മാത്രമല്ലല്ലോ, ഇങ്ങോട്ടും കൂടി തോന്നിയാലല്ലേ അത് പ്രണയം. അതേത് പെണ്ണിനാടാ നിന്നോട് ഇഷ്ടം തോന്നാത്തത്? ലോകത്തെല്ലാവർക്കും നമ്മൾ ഇഷ്ടപ്പെടണമെന്നുണ്ടോ? നിന്നെ വേണ്ടത്ര നിനക്കെന്തിനാടാ? വിട്ടാളാ, ശരിയാണ്. ബട്ട് ഇനി അങ്ങനെ ഒരു ഇഷ്ടം ആരോടും തോന്നുമെന്ന് തോന്നുന്നില്ല. അതെന്താ? ജംഷി, എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു മുഖമുണ്ട്. ആ മുഖം ഒരു പെണ്ണിൻ്റെ രൂപത്തിൽ കണ്ടപ്പോൾ ആദ്യം ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ അവളെ അടുത്തറിഞ്ഞപ്പോൾ പ്രണയമായി. പിന്നെ അങ്ങനെ ഒരു പെണ്ണിനെ എനിക്ക് ഒരിക്കലും കിട്ടില്ല.